നേരത്തെ ആവശ്യപ്പെട്ട വാർത്ത. അത് നമ്മൾ എന്തായാലും ഈ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മുമ്പേ ആവശ്യം വന്നു തുടങ്ങിയതുകൊണ്ട് പറഞ്ഞു പോയതാണ്. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇന്ന് 2ാം ദിനം. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് ബൈഠക് പുരോഗമിക്കുന്നത് എന്നതറിയാമല്ലോ. എന്തായാലും വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ സ്വയം സേവകർ നടത്തിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ബൈഠക് ആരംഭിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നിനി എന്താണ് ബൈഠക്കിൽ? അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നമസ്തേ. ബൈഠക് 2ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയേണ്ടതാണ്, സമൂഹത്തിലേക്ക് വരേണ്ടതാണെന്ന് അവർ തന്നെ കരുതുന്നുണ്ട്. എന്തായിരുന്നു ഇന്നലത്തെ ദിനം ബാക്കിയായത്? ഇന്നിപ്പോൾ എന്താണ് ബൈഠക്കിൽ ഉണ്ടാവുക? വീണ, ഇന്നലെ വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് അവിടെ സ്വയംസേവകർ നടത്തിയ രക്ഷാപ്രവർത്തനമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് സേവന സന്നദ്ധ പ്രവർത്തനങ്ങളാണെങ്കിലും ഇത്തരം വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് അതിന്റെ ഒരു വിവരണമായിരുന്നു ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഓരോ വിവിധ ക്ഷേത്ര സംഘടനകൾ, BJP, BMS, ABVP തുടങ്ങി വിവിധ ക്ഷേത്ര സംഘടനകൾ അവരുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേളയിൽ ഓരോ സംഘടനകളും സമൂഹത്തെ സമകാലീന പല വിഷയങ്ങളും പറഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ്. വിവിധ മേഖലകളിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ ആ മേഖലകളിൽ അവർ നേടിയ നേട്ടങ്ങൾ, അതിനൊപ്പം തന്നെ ഈ നിലവിൽ അവർ ഈ വിഷയങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവതരിപ്പിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ വിവിധ മേഖലകളിലുള്ള സംഘടനകൾ, വിവിധ ക്ഷേത്ര സംഘടനകൾ അവരുടെ ആ ഒരു പ്രവർത്തന റിപ്പോർട്ട് പൂർണ്ണമായും അവതരിപ്പിച്ചു കഴിഞ്ഞില്ല. നമുക്ക് 32 സംഘടനകളാണുള്ളത്. ഓരോ സംഘടനകളുടെയും റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്മേലുള്ള ചർച്ചകളുണ്ട്. ആ ചർച്ചകളാണ് ഇന്ന് നടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ചർച്ചകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് പ്രധാന കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള ചർച്ച ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് ബൈഠക്കിൽ പ്രധാനമായും നടക്കുക. പ്രസംഗചാലകായ ഡോക്ടർ മോഹൻ ഭാഗവതും അതുപോലെ തന്നെ സർക്കാരുവാഹായ ദത്താത്രേയ ഹൊസബാളെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബൈഠക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 300ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. വിവിധ ക്ഷേത്ര സംഘടനകളിൽ നിന്ന് 230 പേരും അതുപോലെ തന്നെ സംഘത്തിന്റെ അഖില ഭാരത കാര്യകർത്താക്കളായ 90ഓളം പേരും ആണ് ഈ ബൈഠക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത് 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള ഒരു വർഷ കാലയളവ്. അപ്പോൾ സംഘം 100ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ആ 100ാം ജന്മദിനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ ആഘോഷം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഒന്ന് ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പഞ്ചപരിവർത്തൻ ഗതിവിധികൾ എന്ന തരത്തിലാണ്. അതായത് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കൂടുതൽ സ്വത്വം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒന്ന് കുടുംബ പ്രബോധനം എന്ന തരത്തിൽ കുടുംബത്തിൽ ഏതെല്ലാം തരത്തിലാണ് ഇനി കുടുംബങ്ങൾ അതിന്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്ന തരത്തിലുള്ള കുടുംബ പ്രബോധനം, അതുപോലെ തന്നെ പരിസ്ഥിതി വിഷയങ്ങളിൽ ഊന്നിയുള്ള കാര്യക്രമങ്ങൾ, അതോടൊപ്പം തന്നെ സ്വാഭിമാനം സ്വത്വം വീണ്ടെടുക്കുക എന്നുള്ളതുണ്ട്. കൊളോണിയൽ വാഴ്ചയ്ക്ക് ശേഷം സമസ്ത മേഖലകളിൽ നിന്നും കൊളോണിയൽ ആധിപത്യം പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്നും മാറാത്ത ഒരു സ്ഥിതിയുണ്ട്. ആ ഒരു സ്ഥിതിയിൽ കൂടുതൽ സ്വത്വം, അതായത് സ്വദേശി ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സ്വത്വത്തിലേക്ക് സമൂഹത്തെ മുഴുവനായി വീണ്ടെടുക്കുക എന്നുള്ള തരത്തിലുള്ള കാര്യക്രമങ്ങളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഈ പഞ്ചപരിവർത്തൻ കാര്യക്രമങ്ങൾ, നിശ്ചയിച്ചിട്ടുള്ള കാര്യക്രമങ്ങൾ വിവിധ ക്ഷേത്ര സംഘടനകളുമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ആ ഒരു ചർച്ചയും ഇന്ന് നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് ബൈഠക്ക് സമാപിക്കുന്നത്. നാളെ ബൈഠക്ക് വൈകിട്ട് 6 മണിയോടുകൂടെയാണ് സമാപിക്കുക. 2 മണിക്ക് അഖില ഭാരതീയ പ്രചാർ പ്രമുഖായ സുനിൽ അംബേദ്കർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരു അധികാരി കൂടി നാളെ നടക്കുന്ന ബൈഠക്കിൽ ഉണ്ടാവും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 12:45 നാളെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഏതായാലും ആ പത്രസമ്മേളനത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയായി, ഏതെല്ലാം തരത്തിലായിരുന്നു ഈ 2 ദിവസത്തെ കാര്യക്രമങ്ങൾ നടന്നത്, നാളെ ഏതെല്ലാം തരത്തിലാണ് ഉച്ചവരെയുള്ള കാര്യക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ മറുപടി ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും 2ാം ദിനവും ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ചിരിക്കുന്നു. ഇനി വിവിധ സെഷനുകളായി ബൈഠക്ക് പുരോഗമിക്കുകയാണ് ഇപ്പോൾ. ശരി അരുൺ.